السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ഇൽമിന്റെ പൂന്തോപ്പിൽ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുന്നു. നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ് 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 അലാ കുല്ലി ഹാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഇതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടത്തെ കുറിച്ചായിരുന്നു, അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചായിരുന്നു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചും അതുപോലെ തന്നെ ഏത് സമയത്തും ഏത് പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാറിനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. അതൊക്കെ നമ്മൾ പലരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ അറിവായിരുന്നു എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ കുറിച്ച് തന്നെയാണ്. അതെത്ര പറഞ്ഞാലൊന്നും തീരുന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഔദാര്യം അത് എത്രയോ വലുതല്ലേ. നമ്മളങ്ങ് പറഞ്ഞു പോയാൽ അങ്ങ് എവിടേക്കാണ് എത്തുക എന്ന് പോലും അറിയില്ല. അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് നമ്മളോട്. അതുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന റജബ് മാസം, നമ്മിലേക്ക് സമാഗതമായിരിക്കുന്ന ഈ റജബ് മാസം, ഈ റജബ് മാസം, ഇനി വരാൻ പോകുന്ന ശഅബാൻ, അതിനുശേഷം വരുന്ന റമളാൻ, ഷഹ്റു റമളാൻ, അതൊക്കെ നമുക്ക് വേണ്ട ആത്മീയമായി ഉയരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളും സമയങ്ങളുമാണ് കടന്നു പോകുന്നത്. നമ്മളത് മുതലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പോ ഒരു കമ്പനിയുടെ കീഴിൽ, ഒരു മുതലാളിയുടെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം നമുക്ക് മാസത്തിന് ശമ്പളമൊക്കെ തരുന്നുണ്ട്, കൂലിയൊക്കെ തരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾക്ക് ഒരു പ്രത്യേകമായ ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോ ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ആ പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയ പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നവർക്ക് ചെറിയ തോതിൽ, അതല്ല വലിയ പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നവർക്ക് വലിയ തോതിൽ ഒക്കെ അദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്യുന്നത് വിചാരിക്കും. അങ്ങനെ ആ മുതലാളിയുടെ കീഴിലാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് പാത്രവുമായിട്ടായിരിക്കും അദ്ദേഹത്തെ സമീപിക്കുക? തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ പ്രവാസികൾക്ക് പെട്ടെന്ന് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കണം തോന്നുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ഒരു തൊഴിലാളിയുടെ കീഴിൽ, ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ഭക്ഷണം വാങ്ങാനായിരിക്കും, വലിയ തോതിലുള്ള പാത്രമായിരിക്കും നമ്മൾ കൊണ്ടു ചെല്ലുക, കൂടുതൽ ഭക്ഷണം വാങ്ങി സ്വരൂപിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായിരിക്കുന്ന റജബ് മാസത്തിൽ ആരാണോ ഏറ്റവും വലിയ തോതിൽ ചോദിക്കുന്നത്, അവർക്ക് വലിയ തോതിൽ തന്നെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ചെറുതായിട്ട് ചോദിച്ചാൽ ചെറുതായിട്ട് കിട്ടും, വലിയതായിട്ട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പാത്രം നിറച്ചു കൊടുക്കും. അപ്പൊ നമ്മള് ആ അള്ളാഹുവിന്റെ ബർക്കത്ത് ചോദിക്കേണ്ട മാസമാണ്. വലിയ പാത്രം കൊണ്ട് തന്നെ ചെന്ന് ചോദിക്കണം. എന്താ വലിയ പാത്രം? വലിയ പാത്രം നമ്മുടെ ഇസ്തിഗ്ഫാറാണ്. വലിയ പാത്രം നമ്മുടെ തൗബയാണ്. വലിയ പാത്രം നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ്. കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് ഈ റജബ് മാസത്തില് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംശുദ്ധമാക്കണം. അങ്ങനെ ഈ വിശുദ്ധമാക്കപ്പെട്ട റജബിനെ നമ്മള് അതിന്റെ എല്ലാവിധ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ വരവേൽക്കണം. ഈ റജബിൽ നമ്മൾ പൂർണ്ണമായി കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ല ഒരു മനസ്സിന്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. അങ്ങനെയാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ബർക്കത്ത് ചെയ്യും. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അല്ലാഹുവിനോട് ബർക്കത്ത്. 5 നേര നിസ്കാരത്തില് ഇമാം പള്ളിയിൽ നിന്ന് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ
അതിന് ആമീൻ ആമീൻ എന്ന് ഏതെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഈർത്തുണ്ടാവും അല്ലെ, ഈർത്തെടുത്ത് ആമീൻ ആമീൻ എന്ന് പറയും. ഇത് വേണോ വേണ്ട എന്ന് പോലും ആർക്കറിയില്ല. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പാതിരാ സമയത്തിരുന്നു കൊണ്ട് ചോദിക്കണം. അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കണം. ധാരാളം ചോദിക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒറ്റക്ക് ചോദിക്കണം, കൂട്ടമായും ചോദിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ബർക്കത്ത് നമ്മൾ ധാരാളം 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 ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങുന്നതിനാണല്ലോ ഏറ്റവും നല്ല ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരിഷ്ടം അള്ളാഹുവിനുണ്ടാകും. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെയാണ് അടിമ ഉടമയോട് ചോദിക്കുമ്പോ ഒരു പ്രത്യേക സ്നേഹം ആ അടിമയോട് അള്ളാഹുവിനുണ്ടാകും. ആ സ്നേഹം അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരു പണിയെടുക്കാതെ നമുക്കെല്ലാം ആണെന്ന് അറിഞ്ഞാൽ നടക്കില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. പാതിരാ സമയത്തായിരിക്കണം. ഏറ്റവും നല്ലത് പാതിരാ സമയമാണ്. സുബഹിയോടടുത്ത സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അള്ളാഹുവിലേക്ക് ഈ ഒരു റജബ് മാസത്തിൽ അങ്ങോട്ട് അടുക്കാം. റജബ് മാസത്തില് നോമ്പനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേകമായ പുഴയുണ്ടെന്ന്, പ്രത്യേകമായ ആറുകളുണ്ടെന്ന്, സ്വർഗത്തിൽ പ്രത്യേകമായ പുഴയുണ്ടെന്നും ആ പുഴയിൽ നിന്ന് റജബ് എന്നൊരു പുഴ തന്നെ ഉണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുടിപ്പിക്കുമെന്ന്. അപ്പൊ പ്രത്യേകമായ റജബ് മാസത്തില് അത്തരം ഇബാദത്തുകളൊക്കെ ചെയ്ത് നമ്മൾ ഈ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഈ റജബ് മാസത്തിന്റെ എല്ലാവിധ പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ റജബ് മാസത്തില് ഈ എല്ലാവിധ പവിത്രയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അടുത്തിട്ട് മഹത്തായിരിക്കുന്ന ശഅബാൻ മാസത്തില് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിനെ അങ്ങനെ വർദ്ധിപ്പിക്കണം. അവിടെയും സലാത്ത് വർദ്ധിപ്പിക്കണം, ഇവിടെയും റജബിലും സലാത്ത് വർദ്ധിപ്പിക്കണം. ശഅബാൻ ഒന്നുകൂടെ അധികം വർദ്ധിപ്പിക്കണം. എന്നിട്ട് നമ്മൾ റമദാനിലേക്ക് അങ്ങ് പ്രവേശിക്കണം. അപ്പൊ റമദാനിലേക്ക് കണ്ട് പ്രവേശിക്കുമ്പോ നമ്മൾ ഹൃദയം സംശുദ്ധമാണ്, നമ്മൾ റെഡിയാണ്, ഇബാദത്തുകൾക്ക് റെഡിയാണ്. ആ ഇബാദത്തുകൾക്ക് റെഡിയായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാണ്. അങ്ങനെ ആ റമദാനിനെ നമ്മൾ നല്ല ഫലം കായ്ക്കുന്ന മരം പോലെ ഇവിടെ നിന്ന് നട്ട് വെള്ളമൊഴിച്ചു വളർത്തിയെടുത്ത ആ ഒരു മരത്തിൽ നിന്ന് എത്ര കണ്ട് ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവോ അതുപോലെ റമദാനിന്റെ പൂർണ്ണമായ എല്ലാ കൂലികളും എല്ലാ പ്രതിഫലങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങോട്ട് അനുഭവിക്കാനുള്ള ഒരു തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അതിനൊരു തയ്യാറെടുപ്പ് കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് റജബിൽ തന്നെ തുടങ്ങണം. റജബിൽ തുടങ്ങിയാലേ നമുക്ക് അവിടെ റമദാനിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ ബർക്കത്തിന് നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോട് ബർക്കത്തിന് ചോദിക്കണം. ഏതിലേക്കെയാ ബർക്കത്ത് വേണ്ടത്? എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് വേണം നമുക്ക്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ബർക്കത്ത് ചോദിക്കണം. നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് വേണം, നമ്മുടെ ആരാധനകളിൽ ബർക്കത്ത് വേണം, നമ്മുടെ ഇബാദത്തുകളിൽ ബർക്കത്ത് വേണം, നമ്മുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് വേണം, നമ്മുടെ ബിസിനസ്സിൽ ബർക്കത്ത് വേണം, നമ്മുടെ ജോലിയിൽ ബർക്കത്ത് വേണം, നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് വേണം. എല്ലാത്തിനും ബർക്കത്ത് വേണം, എല്ലാത്തിനും ബർക്കത്തിന് വേണം. അള്ളാഹുവിനോട് അത് ചോദിച്ചു കൊണ്ടേയിരിക്കണം. തീർന്നില്ല. മരണശേഷവും നമുക്ക് ബർക്കത്ത് വേണം. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ബർക്കത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ സദാ സമയം ചോദിക്കണം. ഈ റജബിൽ കൂടുതൽ ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ റജബിലും ശഅബാനിലും വർദ്ധിപ്പിക്കട്ടെ. റമദാനിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൽബുമായി അള്ളാഹുവിലേക്ക് അങ്ങടുത്ത് വലിയ പാത്രം കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു റജബിലും അതുപോലെ തന്നെ ശഅബാനിലും റമദാനിലും ആത്മീയമായ ചൈതന്യം കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന്
ഞാൻ എന്നോടും അതിനോടൊപ്പം തന്നെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും അതിനോടൊപ്പം നിങ്ങളോടും ഉപദേശിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു സലാത്ത് അങ്ങ് മദീനയിലേക്ക് കൊടുക്കാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബില്ലാഹിൽ ഖദറിൽ അദീമിൽ ജായി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد حتى ترضى وصل على سيدنا محمد بعد رضا وصل على سيدنا محمد ابدا ابدا برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.